ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 3. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേന ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രൻ ദൃഷ്ടദ്രുമ്നൻ അണിനിരത്തിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ കണ്ടാലും. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. ധ്രുവനും ദ്രോണരും പണ്ട് സഹപാഠികളായിരുന്നു. എന്നാൽ ധ്രുവൻ പാഞ്ചാല രാജ്യത്തെ രാജാവാണ്. ധ്രുവന്റെ മകനാണ് ദൃഷ്ടദ്രുമ്നൻ. പഠിത്തം കഴിഞ്ഞപ്പോൾ തന്റെ ദാരിദ്ര്യത്തിന് പോംവഴി കാണാനായി ദ്രോണർ ധ്രുവനെ സമീപിച്ചു. എന്നാൽ ധ്രുവനാകട്ടെ ദ്രോണരെ അധിക്ഷേപിച്ച് അയക്കുകയാണ് ഉണ്ടായത്. ദ്രോണർ ഈ അധിക്ഷേപത്തിന് പകരം വീട്ടാൻ ആഗ്രഹിച്ചു. ബ്രാഹ്മണനാണെങ്കിലും പരശുരാമ ശിഷ്യത്വം നേടി ആയുധവിദ്യയിൽ ഒന്നാമനായി തീർന്ന ദ്രോണർ ഹസ്തിനാപുരത്തെത്തി ഭീഷ്മരെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ദ്രോണർ അസ്ത്രവിദ്യ പഠിപ്പിച്ചു. ഗുരുദക്ഷിണയായി ധ്രുവനെ പിടിച്ചുകെട്ടി തന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ശിഷ്യന്മാരോട് ദ്രോണർ ആവശ്യപ്പെട്ടു. കൗരവന്മാർ ധ്രുവനോട് യുദ്ധം ചെയ്ത് തോറ്റുമടങ്ങി. എന്നാൽ അർജുനൻ ധ്രുവനെ ബന്ധിച്ച് ദ്രോണന്റെ മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ ധ്രുവന് ക്ഷമ നൽകി പകുതി രാജ്യം തിരിച്ചു കൊടുത്ത് ദ്രോണർ സുഹൃത്ബന്ധം വീണ്ടും സ്ഥാപിച്ചു. ക്ഷത്രിയനായ ധ്രുവന് വൈരാഗബുദ്ധി ശമിച്ചില്ല. തന്റെ അപമാനത്തിന് കാരണക്കാരനായ ദ്രോണരോട് പകരം വീട്ടാൻ ധ്രുവൻ അവസരം പാർത്തു. അപ്രകാരം ദ്രോണരെ വധിക്കാൻ കരുത്തുള്ള ഒരു പുത്രന് വേണ്ടിയും അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ തക്ക വിധമുള്ള ഒരു പുത്രിക്കും വേണ്ടി ധ്രുവൻ ബ്രാഹ്മണരെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചു. തുടർന്ന് അഗ്നിമധ്യത്തിൽ നിന്നും ദൃഷ്ടദ്രുമനും യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്നും കൃഷ്ണ പാഞ്ചാലിയും ജാതരായി. ദൃഷ്ടദ്രുമന്റെയും പാഞ്ചാലിയുടെയും ജനന രഹസ്യം ലോകർക്ക് ഒക്കെ അറിവുള്ളതാണ്. ദ്രോണർക്കും ഇക്കാര്യം നല്ല പോലെ അറിവുള്ളതാണ്. ദ്രോണരുടെ അറിവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുവാനും അങ്ങനെ ഗുരുവിൽ ഊർജസ്വലത വർദ്ധിപ്പിക്കുവാനുമാണ് ദൃഷ്ടദ്രുമനെ ദ്രുപദപുത്ര ശബ്ദം കൊണ്ട് ദുര്യോധനൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദുര്യോധനന്റെ വക്രബുദ്ധി ഇവിടെ വെളിപ്പെടുത്തുന്നു. ദ്രോണരുടെ ശിഷ്യനാണ് ദൃഷ്ടദ്രുമ്നൻ. ധ്രുവനോടുള്ള സഖ്യം ചെയ്ത ദ്രോണർ സുഹൃത് പുത്രനെ തന്റെ വാസസ്ഥാനത്തു തന്നെ പാർപ്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിച്ചിരുന്നു. തന്റെ മരണ കാരണമാണെന്നറിഞ്ഞിട്ടും ദ്രോണർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ദൈവനിശ്ചയത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൃഷ്ടദ്രുമ്നന്റെ കൈകൊണ്ടാണ് തനിക്ക് മരണമെങ്കിൽ അത് ദ്രോണർ ശിരസാ വഹിക്കുന്നു. കാരണം സത്യപ്രതിജ്ഞ ഉപേക്ഷിക്കുവാൻ ദ്രോണർ തയ്യാറല്ല. ഈ തീരുമാനത്തോടെയാണ് ദ്രോണർ ദൃഷ്ടദ്രുമ്നനെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. എന്നാൽ ദൃഷ്ടദ്രുമ്നനാകട്ടെ ഗുരു ശുശ്രൂഷാപരനായി തന്നെ അസ്ത്രവിദ്യ ദ്രോണരിൽ നിന്നും അഭ്യസിച്ചു. പാണ്ഡവ സൈന്യത്തിന്റെ മഹത്വം അതിലുള്ള മഹാരഥന്മാരുടെ പേരു ചൊല്ലി വെളിപ്പെടുത്തി ദ്രോണരെ വീണ്ടും ഊർജസ്വലനാക്കുകയാണ്.
ദുര്യോധനന്റെ ലക്ഷ്യം. യുദ്ധത്തിനായി കുരുക്ഷേത്രത്തിൽ പാണ്ഡവർക്ക് 7 അക്ഷോണികളും കൗരവന്മാർക്ക് 11 അക്ഷോണികളും അണിനിരന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 4. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. അത്ര ശൂരാ മഹേശ്വാസ്വാ ഭീമാർജുന സമായുധി യുയോധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. ഈ പാണ്ഡവ സൈന്യത്തിൽ ധീരശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിന് ഭീമ അർജുനന്മാർക്ക് തുല്യരുമായ യുയോധാനനും വിരാടനും മഹാരഥൻ കൂടിയായ ദ്രുപദനും ഉണ്ട്. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. പാണ്ഡവ സൈന്യത്തെ ജയിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള ദുര്യോധനന്റെ മനസ്സിലിരിപ്പാണ് ഇവിടെ വെളിവാകുന്നത്. സാത്വികി എന്ന് മറ്റൊരു പേരും യുയോധാനനുണ്ട്. യുയോധാനൻ എന്ന പദം കൊണ്ട് തന്നെ യുദ്ധത്തിൽ അതിനിപുണൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും അർജുനന്റെ ശിഷ്യനുമാണ് അദ്ദേഹം. കൂടാതെ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ പിതാവാണ് വിരാടൻ. പാഞ്ചാലിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും പിതാവായ ദ്രുപദൻ വൃക്ഷം കൊടി അടയാളമാക്കിയിട്ടുള്ളവനാണ്. 10,000 വില്ലാളികളോട് ഒരേ സമയം എതിർത്ത് നിൽക്കാൻ കഴിവുള്ള മഹാരഥനുമാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.